നമസ്കാരം. സ്പൈസ് ജെറ്റ് വിമാനങ്ങളുടെ അനിശ്ചിത വൈകൽ തുടരുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി വിവിധ സർവീസുകൾക്ക് വലിയ കാലതാമസം നേരിട്ടതോടെ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ യാത്രക്കാർ കടുത്ത പ്രതിസന്ധിയിലാണ്. ദുബായ് ഫുജൈറ സർവീസുകളാണ് പ്രധാനമായും വൈകിയത്. മിനിഞ്ഞാന്ന് രാവിലെ 11:45 പുറപ്പെടേണ്ടിയിരുന്ന ഫുജൈറ വിമാനം പലതവണ സമയം മാറ്റിയ ശേഷമാണ് ഇന്നലെ പുലർച്ചെ 2:55 പുറപ്പെട്ടത്. സമാനമായി മിനിഞ്ഞാന്ന് രാത്രി 12:25 പുറപ്പെടേണ്ടിയിരുന്ന ദുബായ് വിമാനം ഇന്നലെ രാവിലെ 6:12 സർവീസ് നടത്തിയത്. ബോർഡിംഗ് നടപടികൾ പൂർത്തിയാക്കി വിമാനത്താവളത്തിനുള്ളിൽ പ്രവേശിച്ച ശേഷമാണ് വിമാനം വൈകുമെന്ന വിവരം യാത്രക്കാരെ അറിയിച്ചത്. ഇതോടെ പുറത്തു പോകാനോ മതിയായ വിശ്രമം നേടാനോ യാത്രക്കാർക്ക് സാധിക്കാത്ത സ്ഥിതിയുണ്ടായി. വിമാനങ്ങൾ വൈകുന്നതിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാക്കാൻ സ്പൈസ് ജെറ്റ് അധികൃതർ തയ്യാറാകാത്തതിലും യാത്രക്കാർ പ്രതിഷേധം അറിയിച്ചിരുന്നു. കൊച്ചിയിലെ മോശം കാലാവസ്ഥയാണ് സർവീസ് വൈകാൻ കാരണമെന്നാണ് സ്പൈസ് ജെറ്റിന്റെ വിശദീകരണം. എന്നാൽ ഈ വാദം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് തള്ളി. വിമാന സർവീസുകൾ തടസ്സപ്പെടാൻ കാരണമാകുന്ന തരത്തിലുള്ള പ്രതികൂല കാലാവസ്ഥ കൊച്ചിയിൽ ഉണ്ടായിരുന്നില്ല എന്നും അതേ കാലയളവിൽ കൊച്ചിയിൽ നിന്നും സർവീസ് നടത്തുന്ന മറ്റ് വിമാന കമ്പനികളൊന്നും കാലാവസ്ഥയെ തുടർന്ന് സമാനമായ റദ്ദാക്കലുകളോ തടസ്സങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും വ്യക്തമാക്കുന്നു. സ്പൈസ് ജെറ്റിന്റെ അന്താരാഷ്ട്ര സർവീസുകളിൽ, പ്രത്യേകിച്ച് കൊച്ചിയിൽ നിന്നുള്ള സർവീസുകളിൽ തുടർച്ചയായ പ്രവർത്തന പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും CAAL പറയുന്നു. ഇതുമൂലം യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടും അനിശ്ചിതത്വവുമാണ് നേരിടേണ്ടി വരുന്നതെന്നും വിമാനത്താവള അധികൃതർ വ്യക്തമാക്കി. കൊച്ചിയിലെ മോശം കാലാവസ്ഥയാണ് സർവീസ് തടസ്സപ്പെടാൻ കാരണമെന്ന് ചൂണ്ടിക്കാട്ടി സ്പൈസ് ജെറ്റ് സാമൂഹിക മാധ്യമങ്ങളോട് നടത്തിയ വിശദീകരണം തെറ്റായ പ്രചരണമാണെന്നും CAAL രൂക്ഷമായി വിമർശിച്ചു. സർവീസ് തടസ്സപ്പെട്ടതിനെ തുടർന്ന് ബുദ്ധിമുട്ടിലായ യാത്രക്കാരുടെ ആശങ്കകൾക്ക് സ്പൈസ് ജെറ്റ് ഇതുവരെ തൃപ്തികരമായ പരിഹാരം നൽകിയിട്ടില്ലെന്നും വിമാനത്താവള അധികൃതർ ആരോപിക്കുന്നു. അതേസമയം തുടർച്ചയായ വൈകലിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് വ്യക്തമാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. വിമാനത്താവളത്തിൽ എത്തിയ ശേഷം മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യം യാത്രക്കാരുടെ യാത്രാ പദ്ധതികളെയും തുടർന്നുള്ള കണക്ഷൻ സർവീസുകളെയും ബാധിക്കുന്നതായും പരാതിയുണ്ട്. കാലാവസ്ഥയെ കാരണം ചൂണ്ടിക്കാട്ടിയുള്ള സ്പൈസ് ജെറ്റിന്റെ വിശദീകരണത്തിന് പിന്നാലെ സിയാൽ തന്നെ നിഷേധിച്ചതോടെ സർവീസുകൾ വൈകുന്നതിന് പിന്നിലെ യഥാർത്ഥ കാരണം സംബന്ധിച്ച ആശയക്കുഴപ്പവും ശക്തമായിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു യാത്രാ വിമാനം, ആ കമ്പനിയുടെ യാത്രാ വിമാനം തന്നെ തുടർച്ചയായി വൈകുകയും വിമാനങ്ങൾ റദ്ദാക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സ്പൈസ് ജെറ്റിന് മാത്രമാണോ ഈ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എന്നാൽ സ്പൈസ് ജെറ്റിലെ ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി തുടരുന്ന സാഹചര്യമാണ്. അതായത് പ്രശ്നപരിഹാരത്തിനായി അധികൃതർ ഒന്നും ചെയ്യാത്ത സാഹചര്യമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. സാങ്കേതിക തകരാർ, കാലാവസ്ഥ വ്യതിയാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒഴിവ് കഴിവുകൾ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് കാരണം എന്നത് ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതുണ്ട്. സ്പൈസ് ജെറ്റിന് എന്താണ് സംഭവിച്ചതെന്നും അറിയേണ്ടതുണ്ട്.